ഹലോ ഗൈസ്, പുതിയൊരു ദിവസം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഡ്യൂറൻ കപ്പ് മാത്രം കളിച്ചൊരു താരമാണ് കോൾഡോ ബീറ്റ. താരം ഇപ്പം കളിക്കുന്ന ടീമിൽ നിന്ന് താരം വിട്ടിട്ടുണ്ട്. താരം ഒരു സൂപ്പർ സ്ട്രൈക്കർ തന്നെയാണ്. നമുക്ക് വേണ്ടി എനിക്ക് തോന്നുന്നു ഡ്യൂറൻ കപ്പിലെ ഗോൾഡൻ ബൂട്ട് വിന്നറും കോൾഡോ ബീറ്റ തന്നെയായിരുന്നെന്നാണ്. താരം ഒരു സൂപ്പർ സ്ട്രൈക്കർ തന്നെയാണ്. അപ്പം താരം കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമിൽ നിന്ന് ഒഫീഷ്യലായിട്ട് തന്നെ താരത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പറഞ്ഞിട്ടുണ്ട് താരം ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമിൽ നിന്ന് വിട്ടിട്ടുണ്ടെന്ന്. ഗൈസ്, മേ ബി കേരള ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മളിപ്പം വിറ്ററിനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു നല്ലൊരു CFൻ്റെ ആവശ്യമുണ്ട്. ഇപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ് താരം കമ്പനിയിൽ? നിങ്ങളുടെ ഒപ്പീനിയൻ്റെ കോൾഡോ ബീറ്റ തിരിച്ചു വരുമോ എന്ന്? ഗൈസ്, എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ സാധ്യത കുറവാണ്. എന്നാലും വന്നേക്കാം. നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ കാര്യമായതുകൊണ്ട് പറയാൻ പറ്റത്തില്ല. ഇപ്പം അതുപോലെ തന്നെ ഇപ്പോൾ ഒരു 5 താരങ്ങൾ തന്നെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. പിന്നെ കെവിൻ യോക്ക് പോയി, വിക്ടർ ബർത്തോമിയോ പോയി, കരിമ്പൻ ആരിഫ് പോയി, ഫ്രാഞ്ച് പോയി. ഗൈസ്, 5 കൂടുതൽ പോയെന്ന് തോന്നുന്നു. നിഗാൽ പോയി, സച്ചി സുരേഷ് പോയി, സൈഫ് പോയി. ഇങ്ങനത്തെ 3 മലയാളി താരങ്ങൾ തന്നെ പോയി. ഈ സച്ചി സുരേഷും നിഗാലും ഒഡീഷ FC പോയിട്ടുള്ളത്. പിന്നെ ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈനിങ് ഒന്നും ഒഫീഷ്യലായിട്ട് നടത്തിയിട്ടില്ല. എന്തായി തീരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പിന്നെ നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും കമൻറ്റ് ചെയ്യണേ. കോൾഡോ ബീറ്റോ തിരിച്ചു വരുമോ എന്ന് കേരള ബ്ലാസ്റ്റേഴ്സിലോട്ട്. അപ്പം ബൈ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.